നമസ്കാരം. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ഇന്നലെയാണ് രാജ്യത്തിൽ പ്രാബല്യത്തിൽ വന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കുകയാണ് ഉണ്ടായത്. നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉടൻ രൂപീകരിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇനി മുതൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുതിയ നിയമപ്രകാരമാകും മുന്നോട്ടു പോകുക. മുനമ്പം വിഷയം പരിഹരിക്കാൻ പുതിയ സാഹചര്യത്തിൽ സാധിക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. വഖഫ് വിഷയത്തിൽ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ആവശ്യപ്പെടുന്നത്. ഇത് മുനമ്പം വിഷയത്തിൽ തുടർ നടപടി പിണറായി സർക്കാർ കൈകൊള്ളട്ടെ എന്ന തീരുമാനത്തിൽ നിന്നാണ്. വഖഫ് ബാധ്യത പിണറായി സർക്കാരിന്റെ കോർട്ടിലേക്ക് അടിച്ചാണ് BJP ഇവിടെ രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പിണറായി സർക്കാരിന് തലവേദന ആയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇനി ഇവിടെ പലതും നടക്കാനും സാധ്യതയുണ്ട്. കാരണം ഇത്രയും ദിവസം പിണറായി കളിച്ച കളികൾക്കെല്ലാം തടയിടാൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത് എന്നത് വ്യക്തവുമാണ്. വഖഫ് ഭേദഗതി നിയമം യാഥാർത്ഥ്യമാക്കിയതിലൂടെ മുനമ്പത്തെ ജനങ്ങളുടെ സ്വത്തവകാശം സംരക്ഷിക്കുന്നതിനുള്ള ചരിത്രപരവും നിർണായകവുമായ തീരുമാനമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടതെന്നും ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ഗസറ്റിൽ ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നിയമം നടപ്പിലാക്കുന്നതിനായി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട സെഷൻ 2A അനുസരിച്ച് മുനമ്പം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉടൻ കൈക്കൊള്ളണം. സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ഒരു പ്രത്യേക കാര്യത്തിനായി നൽകിയിട്ടുള്ള വസ്തുക്കൾ വഖഫ് ബോർഡിന് അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സെഷൻ 2A പ്രകാരം വ്യക്തമാക്കിയതിനാൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം മുനമ്പം ജനതയിൽ തന്നെ നിക്ഷിപ്തമാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക എന്ന കാര്യം മാത്രമാണ് സർക്കാർ ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കണം. മുനമ്പ നിവാസികളെ ഇനിയും കൂടുതൽ ദുരിതത്തിലാക്കരുത്. ശാശ്വതമായൊരു പരിഹാരമാണ് മുനമ്പത്തുകാർ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമാക്കിയതിന്റെ നന്ദി സൂചകമായി മുനമ്പത്ത് നടത്തുന്ന നന്ദി മോദി ബഹുജന കൂട്ടായ്മ ഏപ്രിൽ 15-ന് കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യും. വഖഫ് നിയമം എങ്ങനെയാണ് മുനമ്പത്തിന് ഗുണകരമായി വഹിക്കുക എന്ന് മന്ത്രി വിശദീകരിക്കുമെന്നും വിവരമുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.